അക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്തായാലും പോലീസ് ഏറെ പണിപ്പെട്ടാണ് വാതിൽ ചവിട്ടി തുറന്നത്. അതിനകത്ത് കയറിയ ശേഷമാണ് ഇപ്പോൾ 3 മൃതദേഹങ്ങളുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് അമ്മയുടെ മൃതദേഹം ഇടതുവശത്തെ കിടപ്പുമുറിയിലും, സഹോദരൻ്റേത് വലതുവശത്തെ കിടപ്പുമുറിയിലും, മറ്റൊരു സഹോദരിയുടേത് വീടിൻ്റെ പിൻഭാഗത്തായിട്ട് അടുക്കളയോട് ചേർന്നുള്ള ഒരു കിടപ്പുമുറിയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് 3 മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുക. എന്തായാലും നിലവിൽ പോലീസ് മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് മനസ്സിലായത്. എന്തായാലും ഇൻക്വസ്റ്റിനായുള്ള ഉദ്യോഗസ്ഥരൊന്നും അകത്തേക്ക് കയറിയിട്ടില്ല. നിലവിൽ ആദ്യം ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പ്രാഥമികമായി പരിശോധിക്കുകയാണ്. പോലീസ് ഫോട്ടോഗ്രാഫറുണ്ട്, അദ്ദേഹം ദൃശ്യങ്ങൾ പകർത്തുകയാണ്. അതിനുശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടില്ല. പ്രാഥമികമായ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയ ശേഷമാകും മൃതദേഹം ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. ഇനി വിശദമായ ഇൻക്വസ്റ്റ് നടപടി നാളെ ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ പ്രാഥമികമായ രീതിയിൽ ഇപ്പോൾ പോലീസ് നടത്തും. അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്കറിയാം, ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ സാധിക്കില്ല. സൂര്യാസ്തമയത്തിന് ശേഷം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രാഥമികമായൊരു പരിശോധനയും നടത്തിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും വിശദമായ ഇൻക്വസ്റ്റ് നാളെയാകും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചട്ടപ്രകാരം സൂര്യാസ്തമയത്തിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ പരിശോധന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അതിനുശേഷമാകും ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുക. എന്തായാലും 3 ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആംബുലൻസുകളിൽ ഈ മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ വെച്ചാകും ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ 3 ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം ആത്മഹത്യയാണെന്ന സംശയം നിലനിൽക്കുമ്പോഴും എത്ര മൃതദേഹങ്ങൾ അകത്തുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വന്നിനി ബ്രീഫ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഉള്ളിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരം ലഭ്യമാകൂ. 3 മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മൃതദേഹം അമ്മയുടേതാണ്, കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ്. മറ്റു 2 മൃതദേഹങ്ങൾ മനീഷ് വിജയുടെയും സഹോദരിയുടേതുമാണ്. 3 ബെഡ്റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പേർ തൂങ്ങി മരിച്ച നിലയിലും ഒരാൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലുമാണ് അമ്മ. ഇതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ നാട്ടുകാരൻ ഇത് ഉള്ളിൽ പോയി പുറത്തു വന്ന നാട്ടുകാരനുണ്ട്. അതിലൊരാളാണ് പറഞ്ഞത് അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മൃതദേഹങ്ങൾക്ക് കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാഴ്ച മുമ്പ് ഒരു പക്ഷേ മരണം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. 2 ആഴ്ചത്തെ ലീവ് എടുത്ത് പോയതാണ് മനീഷ് വിജയ. പക്ഷേ നാട്ടിലേക്ക് പോയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നാട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വന്നതാണോ അതും നമുക്ക് വ്യക്തതയില്ല. ഇക്കാര്യങ്ങൾക്കൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിലാണ് വ്യക്തത വരേണ്ടത്. കസ്റ്റംസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. കുടുംബത്തിൽ സഹോദരിയും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. സഹോദരിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നാട്ടിൽ പോകണം എന്ന് പറഞ്ഞാണ് അവധിയെടുത്തിരുന്നത്. ആദ്യം 4 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചു. പക്ഷേ തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അവധിക്ക് എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും അറിയില്ല. തുടർന്ന് ഓഫീസിൽ കാണാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു. പക്ഷേ കസ്റ്റംസിൻ്റെ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് ദുർഗന്ധം വമിച്ചത് നാട്ടുകാർ മനസ്സിലാക്കിയപ്പോഴാണ് അവർ പരിശോധിക്കാനെത്തിയത്. അവിടെയാണ് മനീഷ് വിജയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ അവരുടെ കിടപ്പറകളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം അമ്മയുടെ ശരീരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വാതിൽ തുറന്ന് ഉള്ളിൽ കയറി പരിശോധിച്ചപ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ്.